Next one, maximum normal strain theory or Sein-Venant's theory. Okay, maximum normal strain theory or Sein-Venant's theory. ഇപ്പോൾ നോർമൽ സ്ട്രെസ് തിയറി പറഞ്ഞില്ലേ, അതിന് സിമിലർ ആണ് നോർമൽ സ്ട്രെയിൻ തിയറി. നോർമൽ സ്ട്രെസ് തിയറി എന്തുവരുന്നത് ആക്ച്വലി നമ്മൾ ഡിഫൈൻ ചെയ്തത്, ദ ഫെയിലിയർ ഓഫ് എ മെക്കാനിക്കൽ കോമ്പോണന്റ് ഈസ് സബ്ജക്റ്റഡ് ടു biaxial or triaxial stresses occurs when maximum normal stress reaches the yield or ultimate strength of the material. ഇപ്പോൾ നോർമൽ സ്ട്രെസ്സിന് പകരം എന്ത് വരും, നോർമൽ സ്ട്രെയിൻ വരുമെന്നേ ഉള്ളൂ. ദറ്റ് ഈസ് the failure of a mechanical component will occurs when the maximum normal strain developed in the machine component reaches or exceeds the strain due to yielding or ultimate value. ഓക്കെ, സ്ട്രെയിൻ ഡ്യൂ ടു yielding or ultimate. അപ്പം ആ ഒരു മെമ്പറിനെ ഞാൻ ബൈആക്സിലോ ട്രൈആക്സിൽ സിസ്റ്റത്തിൽ സബ്ജക്റ്റ് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന നോർമൽ സ്ട്രെസ് എന്ന് പറയുന്ന വാല്യൂ ആ മെറ്റീരിയലിന്റെ yielding സ്ട്രെയിനോ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെയിൻ വാല്യൂവിനേക്കാൾ ഗ്രേറ്റർ വരുവാണെങ്കിൽ, ഈക്വലോ ഗ്രേറ്ററോ വരുവാണെങ്കിൽ ആക്ച്വലി എന്ത് ചെയ്യും, ആ മെമ്പർ എന്ത് ചെയ്യും, ഫെയിലിയർ ആവും. ഓക്കെ, നോർമൽ സ്ട്രെസ് തിയറി പോലെ തന്നെയാണ് നോർമൽ സ്ട്രെയിൻ തിയറി വരുന്നത്. ഇപ്പോൾ നോർമൽ സ്ട്രെസ് തിയറി എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിന് പറയുന്നത് റാങ്കൈൻസ് തിയറി എന്നാണ്. നോർമൽ സ്ട്രെയിൻ തിയറി വിച്ച് ഈസ് നോൺ ആസ് Sein-Venant's പ്രിൻസിപ്പിൾ ഓഫ് Sein-Venant's തിയറി എന്ന് പറയുന്നത്, Sein-Venant's തിയറി എന്നാണ് ആക്ച്വലി പറയുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോർമൽ സ്ട്രെസ് തിയറി പറഞ്ഞ പോലെ തന്നെയാണ് നോർമൽ സ്ട്രെയിൻ തിയറി നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് failure occurs when if there is normal strain, that is epsilon 1, which is greater than or equal to yield strain or ultimate strain value. That is ultimate strain value in the case of brittle material. Yield strain in the case of ductile material. Value. Okay, we know that from Hooke's law, stress divided by strain is a constant, that is equal to sigma divided by epsilon. Stress divided by strain is equal to Young's modulus. That is normal stress divided by normal strain. That is equal to E value. Okay, നമ്മളിപ്പോൾ ഓൾറെഡി ഡീൽ ചെയ്യുന്നത് വെച്ചാൽ സേഫ് സ്ട്രെയിൻ ആ വരുന്നത്. ദാറ്റ് ഈസ് സിഗ്മ ഇ, ദാറ്റ് ഈസ് ദി ഡിസൈൻ സ്ട്രെസ്, ആൻഡ് എപ്സിലോൺ ഇ, ദാറ്റ് ഈസ് ദി ഡിസൈൻ സ്ട്രെയിൻ വാല്യൂ. ദാറ്റ് ഈസ് സിഗ്മ ഇ എന്ന് പറയുന്ന ടൈം എന്തുവാ, ദാറ്റ് ഈസ് സിഗ്മ ഇ ആൻഡ് എപ്സിലോൺ ഇ ആർ ഡിസൈൻ ഓർ സേഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. സേഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ വാല്യൂ ആണ് ആക്ച്വലി സിഗ്മ ഇ ആൻഡ് എപ്സിലോൺ ഇ എന്ന് പറയുന്ന ടൈം പറഞ്ഞേക്കുന്നത് അല്ലേ. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ടൈം ഉണ്ട്, ദാറ്റ് ഈസ് വർക്കിംഗ് സ്ട്രെസ് ഈസ് ഓർ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു yield stress divided by working stress, or factor of safety is equal to ultimate stress divided by working stress value അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ബ്രിട്ടിൽ മെറ്റീരിയലിന്റെ കേസ്, ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തിൻ്റെ ഡക്റ്റൈൽ മെറ്റീരിയലിന്റെ കേസ്. ഓക്കെ, therefore sigma E is equal to sigma Y divided by N, or sigma E is equal to sigma U divided by N value അല്ലേ. sigma U divided by N in the case of brittle material, first one in the case of ductile material value. Okay, therefore epsilon E, that is epsilon E is equal, what is the value of epsilon E, that is epsilon E is equal to sigma E divided by Young's modulus value അല്ലേ. that is epsilon E is equal to sigma E divided by Young's modulus value. That is epsilon E is, what is epsilon E, that is epsilon E, that is the design strain, is equal to sigma E is equal to sigma Y divided by N into E. That is design strain is equal to sigma E divided by sigma Y divided by NE, or epsilon E is equal to sigma Y ക്ക് പകരം that is equal to sigma U divided by N. ഇങ്ങനെ എഴുതാം അല്ലേ. ഡിസൈൻ സ്ട്രെയിൻ ഒന്നുമില്ല, ഇത് റീഅറേഞ്ച് ചെയ്ത് എഴുതിയേക്കുന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം സ്ട്രെയിൻ അലോങ് എക്സ് ഡയറക്ഷൻ ഫോമുല എന്തുവായിരുന്നു, സ്ട്രെയിൻ അലോങ് എക്സ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് എപ്സിലോൺ എക്സ് ഈസ് ഈക്വൽ ടു സ്ട്രെയിൻ അലോങ് എക്സ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് എപ്സിലോൺ എക്സ് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡ് ബൈ ഇ എന്നെ പോലെ വായിക്കുന്നത്, സിഗ്മ എക്സ് ഡിവൈഡ് ബൈ ഇ മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡ് ബൈ ഇ മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ ഇസഡ് ഡിവൈഡ് ബൈ ഇ. പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഞാനിത് സിഗ്മ എക്സ് സിഗ്മ വൈ സിഗ്മ ഇസഡിന് പകരം 1 2 3 എന്ന് വാല്യൂ എടുക്കാം. ദാറ്റ് ഇസ് എപ്സിലോൺ 1,
epsilon 1 is equal to sigma 1 divided by E minus mu into sigma 2 divided by E minus mu into sigma 3 divided by E. അപ്പോൾ ആക്ച്വലി ഇത് ഏത് സ്ട്രെസ്സാ? ട്രൈ ആക്സിസ് സിസ്റ്റം അല്ലേ? ദറ്റ് ഇസ് epsilon 1 is equal to sigma 1 minus mu sigma 1 divided by E minus mu into sigma 2 divided by E minus mu into sigma 3 divided by E. That is epsilon 1 is equal to sigma 1 divided by E minus 1 by E common എടുക്കാം. That is epsilon 1 is equal to 1 by E into ഫസ്റ്റ് ടൈമിൽ എന്തുകൊണ്ട് sigma 1 മൈനസ് mu ഇന് കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും വാല്യൂ? sigma 2 plus sigma 3 ആ വാല്യൂ. That is equal to epsilon E. That is epsilon 1 normal strain. That is epsilon 1 is equal to 1 by E into 1 by E into E ആണ് ഇത് 1 by E into sigma 1 minus mu into sigma 1 sigma 2 plus sigma 3 ആ വാല്യൂ അല്ലേ? നമുക്കറിയാം for safe design maximum normal strain epsilon 1 is equal to design strain അല്ലേ? epsilon E അല്ലേ വാല്യൂ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ epsilon 1ന് പകരം എന്ത് എഴുതാം? epsilon E എന്ന് വാല്യൂ എഴുതരുതോ? ദറ്റ് ഈസ് epsilon E, ദറ്റ് ഈസ് മാക്സിമം സേഫ് ഡിസൈൻ. ഫോർ സേഫ് ഡിസൈൻ ദറ്റ് ഈസ് epsilon E ഈസ് ഈക്വൽ ടു അല്ലേ? സേഫ് ഡിസൈൻ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? epsilon E അല്ലേ വാല്യൂ? ദറ്റ് ഈസ് ഈക്വൽ ടു 1 by E into sigma 1 minus mu into sigma 2 plus sigma 3. mu into sigma 2 plus sigma 3. നമുക്കറിയാം epsilon E. What is epsilon E? Epsilon E is equal to sigma E divided by E. Epsilon E is equal to sigma E divided by E. That is sigma E divided by E is equal to 1 by E into sigma 1 minus mu into sigma 2 plus sigma 3 ആ വാല്യൂ അല്ലേ? എളുപ്പമല്ലേ? വാല്യൂസ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നേ ഉള്ളൂ. പിന്നെ എന്ത് ചെയ്യുക? ഈ രണ്ട് ടൈം ക്യാൻസൽ ആവും. therefore ഡിസൈൻ സ്ട്രെസ് ദാറ്റ് ഈസ് സിഗ്മ ഇ ഈസ് ഈക്വൽ ടു വാല്യൂ എന്ത് വരും? സിഗ്മ 1 മൈനസ് mu ഇൻറ്റു സിഗ്മ 2 പ്ലസ് സിഗ്മ 3 എന്ന് വരും. mu ഇൻറ്റു സിഗ്മ 2 പ്ലസ് സിഗ്മ 3 എന്ന ടൈം വരും. ഓക്കെ, ദാറ്റ് ഈസ് ദി ഡിസൈൻ സ്ട്രെസ് വാല്യൂ. ദാറ്റ് ഈസ് സിഗ്മ 2 പ്ലസ്. ഇത് ആക്ച്വലി എന്തിൻ്റെ കേസാ? 3 ഡയമെൻഷണൽ എലമെൻ്റ് കേസാ. 2 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ സിഗ്മ 3 വരുമോ? ഇല്ല. സിഗ്മ 1 സിഗ്മ 2 മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് സിഗ്മ ഇ ഈസ് ഈക്വൽ ടു സിഗ്മ 1 മൈനസ് mu ഇൻറ്റു സിഗ്മ 2 എന്ന് വരും. ഇതെന്തിൻ്റെ കേസാ? 2 ഡയമെൻഷണൽ എലമെന്റ്. കാണാൻ പഠിക്കരുത്, മനസ്സിലാക്കിയേ പഠിക്കാവുള്ളൂ. ഓക്കെ, ദെൻ വാട്ട് ഈസ് മാക്സിമം നോർമൽ സ്ട്രെയിൻ തിയറി? Maximum normal strain theory is similar to maximum normal stress theory. That is failure of a mechanical compound will occurs. When the maximum normal strain developed in the machine component reaches or exceeds the strain due to yielding or ultimate value. Okay, that is failure occur ചെയ്യുന്നെങ്കിൽ നോർമൽ സ്ട്രെയിൻ എന്ന് പറയുന്ന വാല്യൂ yield സ്ട്രെയിനെക്കാട്ടിലോ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെയിനേക്കാൾ ഗ്രേറ്ററോ ഈക്വലോ വരണം അല്ലേ? നമുക്കറിയാം ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു ultimate stress divided by design stress. Similarly, ultimate stress divided by yield stress divided by design stress or ultimate stress divided by design stress in the case of brittle, next one in the case of ductile material. Therefore, safe stress or design stress is equal to sigma y divided by n value. Therefore, we know that by Hooke's law, a stress divided by strain is equal to Young's modulus value. That is, therefore, design stress divided by design strain value. Therefore, design stress is equal to or safe strain is equal to sigma E divided by E value. Sigma E divided by E. Similarly, design strain is equal to sigma Y divided by N E എന്ന് വരും വാല്യൂ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്കറിയാം സ്ട്രെയിൻ അലോങ് എക്സ് ഡയറക്ഷൻ. എപ്സിലോൺ എക്സ് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡ് ബൈ ഇ മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡ് ബൈ ഇ മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ ഇസഡ് ഡിവൈഡ് ബൈ ഇ ആ വാല്യൂ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. epsilon 1 is equal to sigma 1 divided by E minus mu into sigma 2 divided by E minus mu into sigma 3 divided by E. Therefore, epsilon 1 is equal to 1 by E common എടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് ട്രൈ ആക്സിസ് സിസ്റ്റം. നമുക്കറിയാം ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്ട്രെയിൻ അല്ലോ നോർമൽ സ്ട്രെയിൻ ആണ്, മാക്സിമം നോർമൽ സ്ട്രെയിൻ ആണ്. നമുക്ക് ആക്ച്വലി ഡിസൈൻ ചെയ്ത മാക്സിമം നോർമൽ സ്ട്രെയിൻ വെച്ചല്ല, ഡിസൈൻ സ്ട്രെയിൻ വെച്ചുകൊണ്ട്. അപ്പോൾ ഈ epsilon 1 റീപ്ലേസ് ചെയ്ത് epsilon E എഴുതി. ദാറ്റ് ഈസ് epsilon E is equal to sigma E divided by E ആ വാല്യൂ. ആ വാല്യൂ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. sigma E divided by E is equal to 1 by E into sigma 1 minus mu into sigma 2 plus sigma 3 value. Epsilon Young's modulus values cancel out. Therefore, sigma E is equal to sigma 1 minus mu into sigma 2 plus sigma 3 value വരും. Similarly, 2-dimensional system ആണെങ്കിൽ actually sigma 1 sigma 2 മാത്രമേ ഉള്ളൂ. Therefore, sigma E is equal to sigma 1 minus mu into sigma 2 എന്ന് വരും വാല്യൂ. Okay, that's the value. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇനി റീജിയൻ ഓഫ് സേഫ്റ്റി. മാക്സിമം നോർമൽ സ്ട്രെസ് തിയറി ആയിരുന്നു. അപ്പോൾ റീജിയൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ റെക്ടാംഗിൾ ആയിരുന്നു. ഇവിടെ റീജിയൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്ന വാല്യൂ റോംബസ് ആണ് വരുന്നത്. ഓക്കെ, റീജിയൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്
റോംബസ് ആണ് ഇവിടെ റീജിയൻ. ഇപ്പോൾ ഷേപ്പ് ഞാൻ വരച്ച ഈ ടൈമിന് പല വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഷേപ്പ് വരച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന എന്തായിരിക്കും, ഒരു റോംബസ് ഷേപ്പ് ആയിരിക്കും കിട്ടുക. ഇതൊന്നും ആക്ച്വലി പറഞ്ഞിരിക്കുന്ന റോംബസ് ഷേപ്പ് ആയിരിക്കും കിട്ടുന്നത്. ഈ തിയറി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡീൽസ് വിത്ത് ഫെയിലിയർ ഓഫ് ഡക്റ്റൈൽ മെറ്റീരിയലിനെ പറ്റിയാണ് ആക്ച്വലി ഇത് പറയുന്നത്. ഓക്കെ, ഇത് വിച്ച് ഡീൽസ് വിത്ത് ഡക്റ്റൈൽ മെറ്റീരിയലിനെ പറ്റിയാണ് ആക്ച്വലി ഡീൽ ചെയ്യുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ്പെരിമെൻ്റലായിട്ട് പ്രത്യേകിച്ച് എവിഡൻസ് ഒന്നുമില്ല. അതുകൊണ്ട് ഇത് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്ന തിയറി ഒന്നുമല്ല. ജനറലി നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഇതിന് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഒന്നുമില്ല. ആണോ, മനസ്സിലായി പറഞ്ഞിരിക്കുന്നത്? പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത ഒരു തിയറിയാണ്. ദിസ് തിയറി ഡീൽസ് വിത്ത് ഫെയിലിയർ ഓഫ് ഡക്റ്റൈൽ മെറ്റീരിയൽ. ദർ ഈസ് നോ എക്സ്പെരിമെന്റൽ എവിഡൻസ് റിപ്പോർട്ടഡ് ഇൻ സപ്പോർട്ട് ഓഫ് ദിസ് തിയറി, ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് ഹാവിംഗ് എനി പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ എന്ത് പറയുന്നത് കാര്യങ്ങൾ പഠിക്കുന്നതേ ഉള്ളൂ. ഇത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഒന്നും വരാത്ത തിയറിയാണെന്ന് പറയുന്നത്. മാക്സിമം നോർമൽ സ്ട്രെയിൻ തിയറി അല്ലെങ്കിൽ സെയിന്റ് വാലൻസ് തിയറി എന്ന് പറഞ്ഞാൽ, പക്ഷേ നമ്മളിത് വാല്യൂസ് വെച്ചിട്ട് ഈ ഫോമുല വെച്ചുകൊണ്ട് നമ്മൾ പ്രോബ്ലംസ് എല്ലാം നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിനൊന്നും നമുക്ക് ഇതുവരെ എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു തിയറിയാണെന്ന് പറയുന്നത് മാക്സിമം നോർമൽ സ്ട്രെയിൻ തിയറി ഓർ സെയിന്റ് വാലൻസ് തിയറി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇന്ന് റീജിയൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ, റോംബസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി ചെയ്യുമ്പോൾ റീജിയൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ റെക്ടാംഗുലർ വാല്യൂ ആൻഡ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഷേപ്പാണ് ആക്ച്വലി റെക്ടാംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഇൻ ദ കേസ് ഓഫ് ബ്രിട്ടിൽ മെറ്റീരിയൽ. മാക്സിമം നോർമൽ സ്ട്രെയിൻ തിയറി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ, എക്സ്പെരിമെന്റൽ എവിഡൻസ് ഒന്നും ഇല്ല. ആക്ച്വലി യൂസ് ചെയ്യുന്ന എന്തിന്റെ കേസിലാണ്, ഡക്റ്റൈൽ മെറ്റീരിയലിന്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് റീജിയൻ ഓഫ് സേഫ്റ്റി ഈസ് എ റോംബസ്. ഓക്കെ.